പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കുമൊക്കെയുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് തിരുവചന ധ്യാനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത്. ദൈവവചന ചിന്തകളിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് വേഗം പ്രവേശിക്കാം. ധനനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ രാവിലെ കൊണ്ടുപോകുന്നത്. ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത്. വീഡിയോ ഓണാക്കാൻ കഴിയുന്നവർ ഓണാക്കി ദൈവവചനം ശ്രദ്ധിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. പൗലോസ്ലീഹായുടെ ഈടുറ്റ 14ഓളം ലേഖനങ്ങൾ നമ്മെ ആത്മികമായി പക്വതയിലേക്ക് എത്തിക്കുന്ന ലേഖനങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പൗലോസിന്റെ എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള ഈ 14 ലേഖനങ്ങളിൽ 7 ലേഖനങ്ങൾ സഭാസംബന്ധമായി എഴുതിയ ലേഖനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭകൾക്ക് അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായോ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്ന പരിഹാരത്തിനായോ ഒക്കെയായി പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്. അതിൽ തെസ്സലോനിക്ക സഭയ്ക്കു വേണ്ടി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ലേഖനമാണ് 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ. ഈ ലേഖനം ഏറെ വിശേഷതകളുള്ള ഒരു ലേഖനമാണ്. ഇതിലെ ഒരു വിശേഷത, ഈ 1-ാം ലേഖനത്തിൽ 5 അധ്യായമാണുള്ളത്. ഈ 5 അധ്യായങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ 1 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ഒരു വിശേഷത. നിങ്ങൾ ഓരോ അധ്യായങ്ങൾ പരിശോധിച്ചാൽ ഈ 5 അധ്യായങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, മടങ്ങിവരവിനെ കുറിച്ചുള്ള പരാമർശം കാണുന്നുണ്ട്. അതിന് മറ്റ് ലേഖനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പൗലോസ് തെസ്സലോനിക്ക സഭയിൽ പരാമർശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പരാമർശിച്ചിരിക്കുന്നത്, ബൈബിൾ സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നത് 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ട് തെസ്സലോനിക്ക സഭയിലേക്ക് വന്ന ആളുകൾ കർത്താവായ യേശു ക്രിസ്തു വേഗം 2ാമത് മടങ്ങി വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് താമസിക്കുകയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ പലരും, അവരുടെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സഭയിലുള്ളവർ, രക്തബന്ധങ്ങളിൽ പലരും
മരിച്ച് മാറ്റപ്പെടുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അതീവ ദുഃഖത്തിലേക്ക് പോയ തെസ്സലോനിക്ക സഭയിലുള്ള ആളുകൾ കർത്താവ് വരുന്നില്ലല്ലോ, ഈ മരണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന ആശയക്കുഴപ്പത്തിലേക്ക് വരുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട് 5 അധ്യായങ്ങളിലൂടെയും ഓരോ അധ്യായങ്ങളിലും ഇവരെ പറഞ്ഞ് ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. പൗലോസ്ലീഹ AD 50-51 കാലഘട്ടത്തിൽ തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ സമയം താൻ കൊരിന്തിൽ പാർക്കുമ്പോഴാണ് ഈ തെസ്സലോനിക്ക ലേഖനം, ഫസ്റ്റ് തെസ്സലോനിക്കർ, താന് എഴുതുന്നത്. സ്തോത്രം. ഇത് എഴുതാൻ ഒരു സാഹചര്യമുണ്ട്, നമുക്ക് വ്യക്തമായിട്ടറിയാം. സ്തോത്രം. തിരുവെഴുത്തുമായി ബന്ധമുള്ളവർക്കറിയാം, പൗലോസ് ഏറ്റവും കൂടുതൽ സഭാശുശ്രൂഷയിൽ ഇരുന്നത് എഫസോസിലാണ്. ഏകദേശം 3 വർഷത്തോളം ഇരുന്നിട്ടുണ്ട്. പിന്നീട് കൊരിന്ത്യ സഭയിൽ 1.5 വർഷം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൗലോസ് സ്ഥാപിച്ച സഭയാണ് തെസ്സലോനിക്ക സഭ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തെസ്സലോനിക്ക സഭയുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ 3 ശബത്തുക്കളിലാണ്, അല്ലെങ്കിൽ 3 ആഴ്ചയാണ് തെസ്സലോനിക്കയിൽ പൗലോസ് ഉണ്ടായിരുന്നത്. ആ 3 ആഴ്ചത്തെ ബൈബിൾ ക്ലാസ് കൊണ്ട്, തൻ്റെ ശുശ്രൂഷ കൊണ്ട് താൻ അവിടെ എസ്റ്റാബ്ലിഷ് സ്ഥാപിച്ചതാണ് ഇന്ന് അവിടെ കാണുന്ന തെസ്സലോനിക്കയിലെ പ്രാദേശിക സഭ. എന്നാൽ ഈ 3 ആഴ്ചയിൽ കൂടുതൽ തനിക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ അവിടുത്തെ ദേശക്കാരാലും യഹൂദന്മാരാലും ഉണ്ടായി. താന് അവിടുന്ന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം തനിക്ക് നേരിട്ടു. സ്തോത്രം. താൻ അവിടുന്ന് തെസ്സലോനിക്കയിൽ നിന്ന് ബെരോവയിലേക്ക് താൻ വരികയും ബെരോവയിൽ അല്പനാൾ പാർത്തതിന് ശേഷം പൗലോസ് വീണ്ടും കൊരിന്തിലേക്ക്, അല്ലെങ്കിൽ അഥേനയിലേക്ക് പൗലോസ് പോരുകയുണ്ടായി. എന്നാൽ പൗലോസ് കൊരിന്തിൽ, അല്ലെങ്കിൽ അഥേനയിൽ ഇരിക്കുമ്പോൾ താന് തെസ്സലോനിക്കയിൽ നിന്ന് ഓടി ബെരോവയിൽ വന്നു. ബെരോവയിൽ നിന്ന് ഇപ്പോൾ അഥേനയിൽ വന്നെങ്കിലും തൻ്റെ മനസ്സ് മുഴുവൻ കിടക്കുന്നത് തെസ്സലോനിക്കയിലാണ്. കാരണം നാഥനില്ലാത്തൊരു കളരി പോലെ ഇപ്പോൾ തെസ്സലോനിക്ക സഭയായിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, ഇടയനുണ്ടായിട്ടും സഭ നേരെ പോകുന്നില്ല. അപ്പോൾ ഇടയൻ അവിടെ നിൽക്കാൻ കഴിയാതെ ഓടിപ്പോകേണ്ടി വന്നൊരു സഭയുടെ അവസ്ഥ എത്ര ശോചനീയമായിരിക്കും. പൗലോസിന്റെ മനസ്സ് താനിപ്പോൾ കൊരിന്തിലാണെങ്കിലും തൻ്റെ മനസ്സ് തെസ്സലോനിക്കയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, തിമത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് മടക്കി അയച്ചു. അവിടെ ചെന്ന് തെസ്സലോനിക്കയുടെ സഭ ഇപ്പോൾ ഉണ്ടോ, അവിടുത്തെ അന്തരീക്ഷം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ തൻ്റെ പ്രിയ മകനായ നിജപുത്രനായ തിമത്തിയോസിനെ പൗലോസ് തെസ്സലോനിക്കയിലേക്ക് അയച്ചു. തിമത്തിയോസ് തെസ്സലോനിക്കയിൽ ചെന്ന് അവിടെ കണ്ട വാർത്തകൾ മടങ്ങി വന്ന് കൊരിന്തിൽ പൗലോസിനെ അറിയിക്കുമ്പോൾ താൻ കേട്ട വാർത്ത നിമിത്തം താൻ വളരെ സന്തോഷിക്കുകയാണ്. തിമത്തിയോസിൽ നിന്ന് കേട്ട തെസ്സലോനിക്കയിലെ വാർത്ത തന്നെ വളരെ സന്തോഷിപ്പിച്ചു. ആ വാർത്ത തന്നിലുണ്ടാക്കിയ സന്തോഷത്താലാണ് വീണ്ടും ആ സഭയെ ഉറപ്പിക്കുവാൻ പൗലോസ് അവർക്ക് വേണ്ടി 1-ാമത്തെ ലേഖനം എഴുതുന്നത്. സ്തോത്രം. എന്തായിരുന്നു ആ വാർത്ത എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. സ്തോത്രം. തിമത്തിയോസ് വന്ന് പറഞ്ഞു കാണും, ആ സഭയിലെ അവസ്ഥ കാരണം പാസ്റ്ററില്ലാത്ത സഭയാണ്,
സ്തോത്രം. പക്ഷേ പാസ്റ്റർ ദേശത്ത് ഓടിപ്പോണ്ടി വന്നെങ്കിലും, പാസ്റ്റർ ഇല്ലാത്ത സഭയാണെങ്കിലും ആ സഭ പൗലോസ് പോയിട്ടും അവിടെ ഉറച്ചു നിന്നു. കാരണം പാസ്റ്ററേ പോയുള്ളൂ, പരിശുദ്ധാത്മാവ് പോയില്ല. നോക്കുക, ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആര് മാറിയാലും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും പൊളിക്കാൻ കഴിയാത്ത, തളർത്താൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്തൊരു വളർച്ച നിനക്ക് നൽകിത്തരാൻ പരിശുദ്ധാത്മാവ് ശക്തനായവനാണെന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് പറ. നമ്മുടെ വളർച്ച ഒരു വ്യക്തിയുടെ കയ്യിലല്ല, നമ്മുടെ വളർച്ച ഒരു പ്രസ്ഥാനത്തിന്റെ കയ്യിലല്ല, നമ്മുടെ വളർച്ച പരിശുദ്ധാത്മാവിന്റെ കരത്തിലാണ്. സ്തോത്രം. ഈ തെസ്സലോനിക്ക എന്ന് പറയുന്ന ഈ ദേശത്ത് ഒരു പ്രാദേശിക സഭയുണ്ട്. ഈ സഭയെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് മാതൃകാ സഭ എന്നാണ്. ഒരു കൃപാവരങ്ങളിലും കുറവില്ലാതിരുന്ന കൊരിന്ത്യ സഭയ്ക്ക് വരെ മാതൃകയായി തീർന്ന ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഈ സഭയെ മാതൃകാ സഭ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അവർ വിശ്വാസത്തിൽ മാതൃകയുള്ളവരായിരുന്നു, ദൈവവചനം ശ്രദ്ധിക്കുന്നതിൽ മാതൃകയുള്ളവരായിരുന്നു, സുവിശേഷീകരണത്തിൽ മാതൃകയുള്ളവരായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിൽ തെസ്സലോനിക്ക സഭ മറ്റു സഭകളെ അപേക്ഷിച്ച് മാതൃകയുള്ള സഭയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. 1-ാം ലേഖനവും 2-ാം ലേഖനവും കൂടെ നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 2 തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവിന്റെ നാളിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഇത് രണ്ടും ഗൗരവമുള്ള വിഷയങ്ങളാണ്. സ്തോത്രം. പണ്ട് ഈ തെസ്സലോനിക്ക എന്ന് പറയുന്ന ഈ പട്ടണം ഒരു റോമൻ കോളനി ആയിരുന്നു. സ്തോത്രം. റോമൻ കോളനി ആയിരുന്നു എന്ന് പറയുമ്പോൾ റോമൻ കോളനി ആകുന്നതിന് മുൻപ്, സ്തോത്രം, നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം ഭരിച്ചിരുന്ന സാമ്രാജ്യം അദ്ദേഹത്തിന്റെ 4 ജനറൽമാർക്കായി വിഭാഗിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. അതിൽ ഒരു ജനറൽ ആയിരുന്നു കസാണ്ടർ എന്ന് പറയുന്ന അതേ മനുഷ്യൻ. അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ BC 316 മാസിഡോണിയ പിടിച്ചടക്കി. സ്തോത്രം. അദ്ദേഹം മാസിഡോണിയയുടെ തലസ്ഥാനമായി അദ്ദേഹം തെസ്സലോനിക്ക എന്ന് പറയുന്ന ഈ പട്ടണത്തെ മാറ്റുകയുണ്ടായി. അങ്ങനെയാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ഈ തെസ്സലോനിക്ക അതിൻ്റെ നാമം വരാനുണ്ടായ കാരണം കസാണ്ടറുടെ ഭാര്യയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ അർത്ഥ സഹോദരിയുമായിരുന്ന തെസ്സലോനിക്കയുടെ പേര്, തൻ്റെ ഭാര്യയുടെ പേര് അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് താൻ ഈ പട്ടണത്തിന് തെസ്സലോനിക്ക എന്ന് ഇട്ടത്. സ്തോത്രം. അപ്പോൾ അതിനു മുമ്പ് ഈ തെസ്സലോനിക്ക പട്ടണത്തിന്റെ പേര് തെർമ എന്നായിരുന്നു. സ്തോത്രം. തെർമ എന്നായിരുന്നു. തെർമ എന്ന പേര് വരാൻ കാരണം, സ്തോത്രം, ഈ പട്ടണത്തിലെ ചൂടുറവകളുടെ അടിസ്ഥാനത്തിലാണ്, ഈ പട്ടണത്തിന് തെർമ എന്ന പേരുണ്ടായിരുന്നത്. എന്നാൽ കസാണ്ടർ ഈ പട്ടണം പിടിച്ചെടുത്തതിന് ശേഷം മാസിഡോണിയയുടെ തലസ്ഥാനമായി ഈ തെർമ എന്ന പട്ടണത്തെ കൊണ്ടുവരികയും തൻ്റെ ഭാര്യയുടെ പേര് അവളുടെ ഓർമ്മയ്ക്കായി അത് ഈ തെർമ എന്നുള്ള പേര് മാറ്റി പകരം തെസ്സലോനിക്ക എന്ന് ഇടുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. എന്നാൽ ഇന്ന് ഈ പട്ടണം നിലവിലുള്ള പട്ടണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്തോത്രം. ഈ പട്ടണം ഇന്നും നിലവിലുള്ള പട്ടണമാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണത്തിന്റെ ഇന്നത്തെ പേര് സലോനിക്ക എന്നാണ്. സ്തോത്രം. ഈ പട്ടണത്തിന്റെ ഇന്നത്തെ പേര് സലോനിക്ക എന്നാണ്. അപ്പോൾ ഈ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന 3 ആഴ്ചത്തെ തൻ്റെ തിരുവഴുത്തിന്റെ പഠിപ്പീരുകൾ കൊണ്ട് സ്ഥാപിച്ച തെസ്സലോനിക്ക സഭ ലോകത്തിലെ വിശ്വാസ സംഹിതമായിട്ടൊക്കെ വിശ്വപ്രസിദ്ധമായ സഭയായി തീർന്നു. ആ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്കായി വായിക്കുന്നത്. ഇതിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്ന് മാത്രം
ഒരു ആത്മീക ധ്യാനം നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് കർത്താവ് ശരണപ്പെടുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഈ 18-ാമത്തെ വാക്യം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഈ 5-ാം അധ്യായത്തിന്റെ 12 മുതൽ നാം 18 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം സഭാബന്ധങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭാബന്ധങ്ങൾ എന്ന വിഷയമാണ് അവരവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു 6-7 കൂട്ടം ബന്ധങ്ങളെ കുറിച്ച് ഈ ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ വായിച്ച വാക്യത്തിന്റെ അവസാനത്തെ പദം ശ്രദ്ധിച്ച് 18-ാം വാക്യം, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ജനറൽ വിൽ ഓഫ് ഗാഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൊതുവായ ഇഷ്ടം, ദൈവത്തിന്റെ പൊതുവായ ദൈവഹിതം. എന്താണ് ദൈവത്തിന്റെ പൊതുവായ ദൈവഹിതം? എന്താണ് ദൈവത്തിന്റെ പൊതുവായ ഇഷ്ടം? 14-ാം വാക്യത്തിൽ അത് തുടങ്ങുകയാണ്. സ്തോത്രം. എന്താണ് ജനറൽ വിൽ ഓഫ് ഗോഡ്? വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവഹിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ദൈവഹിതത്തെക്കുറിച്ച് മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട്. എന്താണ് ഈ ദൈവഹിതം എന്ന് ചോദിച്ചാൽ പലരും പറയും, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സ്തോത്രം, ആ വിഷയത്തിന് മറുപടി കിട്ടിയാൽ നമ്മൾ പറയും ദൈവഹിതമായിരുന്നു, അതുകൊണ്ടത് നടന്നു, സ്തോത്രം. നമ്മൾ സ്വയം ആശ്വസിക്കുന്നതാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് 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 ഉപവസിച്ച് ഇടപാട് തീർന്നു, സ്തോത്രം, അത് കിട്ടിയില്ല, സ്തോത്രം. അവസാനം നമ്മൾ പറയും ദൈവഹിതമല്ലായിരുന്നു, അതുകൊണ്ട് നടന്നില്ല. ഇതാണ് മലയാളി വിശ്വാസികൾ പൊതുവെ ധരിച്ചിരിക്കുന്ന ദൈവഹിതം. സ്തോത്രം. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന് ഒന്നിലധികം ഹിതങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്നും കൊലോസ്യ ലേഖനത്തിൽ നിന്നുമൊക്കെയായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ ദൈവത്തിന്റെ ഒരു ഹിതമാണ് പെർമസീവ് വിൽ ഓഫ് ഗാഡ്. പെർമസീവ് വിൽ ഓഫ് ഗാഡ്, അനുവദനീയ ദൈവഹിതം. മറ്റൊരു ദൈവഹിതമാണ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്, സമ്പൂർണ്ണ ദൈവഹിതം. ഇതിൽ രണ്ടിലും പെടാത്ത ഒന്നാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത്, ജനറൽ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ പൊതുവായ ദൈവഹിതം. എന്താണ് പൊതുവായ ദൈവഹിതം? നിങ്ങൾ എൻ്റെ കൂടെ തീവെടുത്ത് നോക്കി 14-ാം വാക്യം. 1, സ്തോത്രം, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കുക. അപ്പം ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ ഞാൻ ക്രമം കെട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ബുദ്ധി ഉപദേശിക്കാൻ വരുമ്പം ഞാൻ അത് സമ്മതിച്ചു തരത്തില്ല. പകരം ഞാൻ നിങ്ങളെ തിരിച്ചു മാന്തും. നിങ്ങളുടെ പഴയ ചരിത്രം പറഞ്ഞു, നിങ്ങളുടെ പഴയ കാലം പറഞ്ഞു ഒക്കെ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കും. അങ്ങനെയാണല്ലോ പൊതുവിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾ പോകാൻ മടിക്കുന്ന ഒരു കാര്യമാണിത്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുന്നത്. കാരണം മുറിവേൽക്കും. അതുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ പൊതുവായ ഹിതത്തിൽ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പൊതുവായ ഇഷ്ടം, പൊതുവായ ഹിതം പൗലോസ് ഇവിടെ പറയുകയാണ്. നിങ്ങൾ ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. ഇനി അടുത്തത് 2-ാമത്തെ കാര്യം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഈ ചില ആൾക്ക് പുറമേ ഉള്ള ഒരു വർത്താനമൊക്കെ ഉള്ളൂ, ഉള്ളിൽ ഒരു കരുത്തുമില്ല. ചെറിയ വിഷയം വരുമ്പോൾ വാടി വീണു പോകും. അങ്ങനെയുള്ളവരെ നിങ്ങൾ വചനത്താൽ മോട്ടിവേഷൻ കൊടുത്തവരെ ധൈര്യപ്പെടുത്തണം. സ്തോത്രം. അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. 3-ാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, ബലഹീനരെ താങ്ങുവിൻ. സ്തോത്രം. അതും നമ്മൾ ചെയ്തേക്കാം. സ്തോത്രം. 4-ാമത്തെ കാര്യം പറയുന്നു, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഏറ്റവും പ്രയാസമുള്ള കാര്യം ആദ്യം പറഞ്ഞു, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണമെന്ന്. ബാക്കി കഴിയുന്ന ഈസിയായുള്ള കാര്യങ്ങൾ അവസാനമായി പറഞ്ഞു. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എല്ലാവരോടും
ദീർഘക്ഷമ കാണിക്കുക. ഇനി ഈ ദീർഘക്ഷമ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കത്തുള്ളൂ. സ്തോത്രം. ഏത്? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കാനും ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങാനും ബലഹീനരെ താങ്ങാനും ഒക്കെ കഴിയണമെങ്കിൽ ദീർഘക്ഷമ അത്യാവശ്യമാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, തിന്മയ്ക്ക് പകരം ആരും തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം. ഇത് അടുത്ത ദൈവത്തിന്റെ ഹിതമാണ്. വീണ്ടും പറയുന്നു, തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ ചെയ്യണം. സ്തോത്രം. വീണ്ടും പറയുന്നു, എപ്പോഴും സന്തോഷിക്കണം. വീണ്ടും പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പം ദൈവത്തിന്റെ ജനറൽ വിൽ ഓഫ് ഗോഡ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ അതിലൊന്നാണ് നമ്മൾ ഇന്ന് അല്പമായി ഒന്ന് ചിന്തിക്കുന്നത്. ഏതാണ്? എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു പൊതുവായ ഇഷ്ടമുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു ഹിതമുണ്ട്. അതിലൊന്നാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമാണോ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭൗതിക നന്മയ്ക്ക് നമുക്കുണ്ടായ പോസിറ്റീവ് കാര്യങ്ങൾക്ക് മാത്രം സ്തോത്രം ചെയ്യാനല്ല പറഞ്ഞത്. എല്ലാറ്റിനും, ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം ചെയ്യണം എന്നാണ് പറയുന്നത്. സ്തോത്രം. ഇത് സാധ്യമായൊരു കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് സാധ്യമായൊരു കാര്യമാണോ? സ്തോത്രം. ഇതൊരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക അല്പം പ്രയാസമുള്ള കാര്യമാണിത്. സ്തോത്രം. എന്നാൽ ഈ വാക്യം നന്നായി വായിച്ചപ്പോൾ മനസ്സിലായത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വെർബലി വാക്കുകൊണ്ട് സ്തോത്രം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷാന്തരം വായിക്കുമ്പോൾ ഇൻ എവരിതിങ് ഗീവ് താങ്ക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്ന് പൗലോസ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വാഗോണ്ട് എപ്പോഴും സ്തോത്രം 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 പറയുന്നത് നല്ലതാണ്, പറയേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. പിന്നെ പൗലോസ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം നന്ദിയുള്ള ഒരു ഹൃദയം എപ്പോഴും ഉള്ളവരായി നാം ഇരിപ്പീൻ എന്ന ആശയത്തിലാണ് ഇവിടെ പൗലോസ് പറയുന്നത് എല്ലാറ്റിനും സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഈ സൂം പ്രയറിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ദൈവാത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയത്തോടു കൂടെയാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകളിൽ നിങ്ങൾ നന്ദിയുള്ള ഒരു ഹൃദയമുള്ളവരായിട്ടാണോ ഇരിക്കുന്നത്? സ്തോത്രം. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ ദൂത് കേൾപ്പിക്കാൻ കാരണം, എവിടെയെങ്കിലും ഒരു പോരായ്മ ആ മേഖലയിൽ ഉണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ വേണ്ടിയാണ്. ദൈവാത്മാവ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നന്ദിയുള്ളൊരു ഹൃദയമാണ്. സ്തോത്രം. ലോക മനുഷ്യരെ കുറിച്ച് ദൈവം പറയുന്ന ഏറ്റവും വലിയ കുറ്റം അതാണ്. റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ലോക മനുഷ്യൻ അവൻ നന്ദി കെട്ടവനാണ് എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ലോക മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് ദൈവം അഭിപ്രായപ്പെടുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട പുത്രത്വം പ്രാപിച്ച നാം ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം നന്ദി നിറഞ്ഞ ഹൃദയമുള്ള ഒരു മനോഭാവത്തോടു കൂടെ ജീവിക്കണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, പഴയ നിയമം നിങ്ങൾ വായിച്ചാലും പുതിയ നിയമം നിങ്ങൾ വായിച്ചാലും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് നിങ്ങൾ സ്തോത്രയാഗം കഴിക്കുക എന്നുള്ളത്. സ്തോത്രം. എന്താണ് ഈ സ്തോത്രയാഗം കഴിക്കുക എന്ന് പറഞ്ഞത്? സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒരു മുഖാന്തരം കൂടെയാണ് സ്തോത്രയാഗം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, പഴയ നിയമമെന്നില്ല പുതിയ നിയമമെന്നില്ലാതെ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സ്തോത്രയാഗം കഴിക്കണം എന്ന് പറഞ്ഞാൽ നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തിന് ഉടമയായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി പറയുകയാണ്. സ്തോത്രം.
ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, സ്തോത്രം. ആ ചിന്ത മറ്റൊന്നുമല്ല, നാം നന്ദിയുള്ള ഹൃദയത്തിന് ഉടമയായിരിക്കണം. സ്തോത്രം. നന്ദിയുള്ള ഒരു മനോഭാവമുള്ള ഹൃദയത്തിന് നാം ഉടമയായിരിക്കണം എന്ന് പറയാൻ കാരണം, സ്തോത്രം, വേദപുസ്തകം നമ്മൾ പഠിച്ചില്ലെങ്കിലും വേദപുസ്തകത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് നോർമലായി ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ജനിച്ച സമയം മുതൽ ഇന്ന് വരെ ദൈവം നമുക്ക് ഓക്സിജൻ മുടക്കിയിട്ടില്ല. നമുക്കിത് സൗജന്യമായതുകൊണ്ട് നമുക്കിതിൻ്റെ വില അറിയത്തില്ല. പക്ഷെ വെന്റിലേറ്റർ കിടന്നവനോട് ചോദിച്ചാൽ അവൻ പറയും ഓക്സിജന്റെ വില എത്ര വാല്യൂ ഉള്ളതാണെന്ന്. സ്തോത്രം. ഒരു സെക്കൻഡ് സമയത്തേക്ക് നിങ്ങളുടെ ശ്വാസം ഒന്ന് മുട്ടിയാൽ നിങ്ങൾ പിടയ്ക്കും. അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തുമാത്രം നന്ദിയുള്ള മനോഭാവമുള്ള ഹൃദയം നമുക്ക് ആവശ്യമാണ്. കാരണം ജനിച്ച നാൾ മുതൽ ഇന്നേ നിമിഷം വരെ ഓക്സിജൻ മുടക്കാതെ അത് നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്നൊരു ദൈവത്തെ ഹൃദയം തുറന്ന് ഇന്ന് രാവിലെ സമയം ഒന്ന് സ്തുതിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മെപ്പോലെ അധമരായൊരു മനുഷ്യർ വേറെ ഇല്ല. കാരണം നാം നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമസ്ഥരായിരിക്കണം. സ്തോത്രം. നോക്കുക പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ അത് നമുക്ക് നൽകുന്ന ചില ഇൻഫർമേഷൻ, സ്തോത്രം, ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, അത് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഒരാൾ ജീവിക്കുമ്പോൾ അയാളുടെ ആരോഗ്യസ്ഥിതി 25% ഇംപ്രൂവ്മെന്റ് പ്രാപിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നോക്കിയേ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഒരാൾ ജീവിക്കുമ്പോൾ അയാളുടെ ആരോഗ്യസ്ഥിതി 25% ഇംപ്രൂവ്മെന്റ് പ്രാപിക്കുന്നു എന്ന് വ്യക്തമായി ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നുവെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സ്തോത്രം. അതുമാത്രമല്ല, അത് നിമിത്തം അദ്ദേഹത്തിന്റെ സന്തോഷം 25% കൂടുമെന്നാണ് ആ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പം ഇന്ന് രാവിലെ നന്ദിയുള്ള ഒരു മനോഭാവമുള്ള ഹൃദയത്തോടുകൂടെ നാം ദൈവത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി 25% ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ അകത്തെ സന്തോഷത്തിന്റെ ശതമാനവും 25% ഇംപ്രൂവ്മെന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. നമ്മുടെ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും പരാതികൾ മാത്രം പറയുന്ന ആളുകളാണ്. അവർക്ക് നന്ദിയുള്ള ഹൃദയമല്ല ഉള്ളത്. അവർ ദൈവസന്നിധി വന്നാൽ പരാതികളുടെ ഭാണ്ഡമഴിക്കുകയാണ്. അതില്ല, ഇതില്ല, അത് തന്നില്ല, ഇത് തന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു, ഞാൻ ആർക്കും ദോഷം ചെയ്തില്ല, ദൈവമേ നീ എന്നെ കൈവിട്ടോ. പരാതികളുടെ ഭാണ്ഡമാണ്. മനുഷ്യനൊരു സംതൃപ്തനാകുന്നില്ല. സ്തോത്രം. എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, പരാതികൾ പറയുന്ന ഒരതരമുള്ളവരായിട്ടല്ല, പകരം ദൈവത്തോടെപ്പോഴും നന്ദിയുള്ള മനോഭാവമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പണ്ട് ഒരു കഥ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഒരു സഭയിൽ പരാതികൾ മാത്രം സാക്ഷ്യത്തിന് എഴുന്നേറ്റെന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ ആ വർഷം അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വിളവ് നടന്നപ്പോൾ 100 മേനി വിളവ് അദ്ദേഹത്തിന് കിട്ടി. സ്തോത്രം. 100 മേനിയും വിളവ് കിട്ടി. സ്തോത്രം. അപ്പോൾ ആ ഞായറാഴ്ചത്തെ സഭായോഗത്തിന് അദ്ദേഹം സാക്ഷി പറയാൻ എഴുന്നേറ്റപ്പം എല്ലാവരും സന്തോഷിച്ചു. കാരണം ഇന്നൊരു പരാതി പോലും ഉണ്ടാകത്തില്ല. കാരണം അദ്ദേഹത്തിന് 100 മേനിയാണ് വിളവ് കിട്ടിയത്. സ്തോത്രം. അദ്ദേഹം സാക്ഷി പറയാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ കൃപയാൽ ഈ പ്രാവശ്യം 100 മേനി വിളവ് എനിക്ക് ലഭിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്ത സ്റ്റാൻസ് എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു. എങ്കിലും ഞാൻ വീട്ടിലൊരു 5-6 പന്നികളെ വളർത്തുന്നുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാൻ പോലും ഒരു 6-7 പന്ന കിഴങ്ങുകൾ ദൈവം എനിക്ക് തന്നില്ല. തരാതെ 100% എനിക്ക് നല്ല കിഴങ്ങ് തന്നു. അതെനിക്ക് പന്നികൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. സ്തോത്രം. ആളുകളെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ദൈവം അദ്ദേഹത്തിന് ചെയ്തതൊരു വലിയ നന്മയാണെങ്കിലും അവിടെയും ഒരു പരാതി കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ സമയം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ അനുഭവിക്കുന്ന പല നന്മകളും മറ്റു പലരുടെയും ഡ്രീംസ് ആണ്, അവരുടെ സ്വപ്നങ്ങളാണ്. നോക്കുക, നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറില്ലാത്ത പലരുടെയും സ്വപ്നമാണ് നിങ്ങൾ ഓടിക്കുന്ന കാറ്. നോക്കുക, നിങ്ങൾ ഒരു നല്ല വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വീടില്ലാതെ വഴിത്തെരുവുകളിലും
കടത്തിണ്ണകളിലും ഒക്കെ കിടക്കുന്ന ലക്ഷങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങൾ കിടന്നുറങ്ങുന്ന വീട് മറ്റു പലരുടെയും സ്വപ്നങ്ങളാണ്. നിങ്ങൾക്ക് 2 കാലുള്ളപ്പോൾ നോക്കുക, കാലില്ലാത്ത ഒരു കാലിൽ സഞ്ചരിക്കുന്നവർക്ക് 2 കാലുള്ള നിങ്ങൾ, അവരുടെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ കാലുകൾ. സ്തോത്രം. ആരോഗ്യമില്ലാത്ത ശരീരമുള്ള പലർക്കും, ആരോഗ്യമുള്ള ശരീരമുള്ള നിങ്ങൾ, അത് അവരുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെയെങ്കിൽ മറ്റു പല ആളുകൾക്കും നിവർത്തിക്കപ്പെടാതെ വെറും സ്വപ്നങ്ങളായി അവശേഷിക്കുന്ന പലതും നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാൻ ദൈവം നിങ്ങൾക്ക് വലിയ ഭാഗ്യം നൽകി തന്നെങ്കിൽ ഈ ഒരായുസ് മാത്രം പോരാ. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അവനെ സ്തുതിക്കാൻ, നന്ദിയുള്ള മനോഭാവത്തോടുകൂടെ അവനെ സ്തുതിക്കാൻ നാം കടംപെട്ടവരാണ്. ഇന്ന് രാവിലെ സമയം എത്ര പേരുടെ ഉള്ളത്തിനകത്ത് ഈ ആത്മിക ദൂത് പ്രകാശിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ ഹൃദയം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഹൃദയമായി തീരട്ടെ. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ പ്രിയപ്പെട്ടവരെ. അത് മാത്യു ഹെൻറി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ. സ്തോത്രം. മാത്യു ഹെൻറി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു ബൈബിൾ സ്കോളറാണ്. അദ്ദേഹത്തിന്റെ കമന്ററീസുകൾ ഒത്തിരി നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ ഒരു വലിയ അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ മോഷണം നടന്നു. സ്തോത്രം. മോഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട പല നന്മകളും കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. സ്തോത്രം. പക്ഷെ അദ്ദേഹം ആ മോഷണം നടന്നു കഴിഞ്ഞപ്പോൾ, കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ദൈവമേ, എൻ്റെ ഇതെല്ലാം കൊണ്ടുപോയല്ലോ, മൊത്തം പോയല്ലോ, നീ എന്ത് കാവൽ നിന്നു എന്ന് ഒരു പരാതിയുടെ രൂപത്തിലല്ല അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം 4 പ്രതികരണങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. ഒന്നാമത്തെ അതേ പ്രതികരണം എന്താന്ന് ചോദിച്ചാൽ, സ്തോത്രം, അദ്ദേഹം പറഞ്ഞു, ഇന്നു വരെ, ഈ നിമിഷം വരെ കള്ളന്മാർ എൻ്റെ കുടുംബത്തെയും എന്നെയും ആക്രമിക്കാതിരുന്നതിന് നന്ദി പറയുകയാണ്. സ്തോത്രം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം അതായിരുന്നു. ഇന്നാണ് തൻ്റെ വീട്ടിൽ കള്ളന്മാർ അപഹരിച്ചുകൊണ്ട് പോയത്, എന്നാൽ ഇന്ന് വരെ കള്ളന്മാർ അപഹരിക്കാതെ, കള്ളന്മാർ ആക്രമിക്കാതെ കാത്തു പരിപാലിച്ച ദൈവത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. സ്തോത്രം. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, കള്ളന്മാരെല്ലാം എൻ്റെ എടുത്തുകൊണ്ട് പോയി, ഭൗതികമായിട്ടുള്ള എല്ലാം എടുത്തുകൊണ്ട് പോയപ്പോഴും എൻ്റെ ജീവനെ നീ സംരക്ഷിച്ചതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവനെ അവർ കൊണ്ടുപോയില്ല, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. സ്തോത്രം. മൂന്നാമത് അദ്ദേഹം വളരെ ഗൗരവമായിട്ട് പറഞ്ഞ കാര്യം, സ്തോത്രം, അത് എല്ലാ ഭൗതിക നന്മകളും കള്ളന്മാർ അപഹരിച്ചു കൊണ്ടുപോയെങ്കിലും ദൈവമേ, അങ്ങയുടെ സമ്പത്ത് വെച്ച് നോക്കിയാൽ ഈ കൊണ്ടുപോയതൊന്നും എനിക്കൊരു വിഷയമല്ല. കാരണം നീ അതിലും വലുതായി തരാൻ ധനവും മാനവും പുരാതന സമ്പത്തുമുള്ളവനാണ്. സ്തോത്രം. നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, സ്തോത്രം, അത് കള്ളന്മാർ എന്നെയല്ലേ ആക്രമിച്ചത്, കള്ളന്മാർ എന്നെയല്ലേ അപഹരിച്ചത്. സ്തോത്രം. ഞാൻ ഇന്നുവരെയും ആരുടെയും ഒന്നും അപഹരിക്കാൻ നീ ഇടവരുത്താതിരുന്നതിനായി സ്തോത്രം. നോക്ക്, കള്ളന്മാർ എന്നെയല്ലേ ആക്രമിച്ചത്, എൻ്റെ അല്ലേ അപഹരിച്ചു കൊണ്ടുപോയത്. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരാളെയും ഒന്നും അപഹരിക്കാനും ഒരാളെ ഒന്നും ആക്രമിച്ച് മോഷ്ടിച്ചെടുക്കുവാനും എനിക്ക് ഇടവരുത്താത്തതിനായി സ്തോത്രം. ഇന്ന് രാവിലെ സമയം എത്ര മനോഹരമായ 4 പ്രതികരണമാണ് ദൈവദാസൻ തന്നത്. എന്താണ് ആ പ്രതികരണത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? നന്ദിയുള്ളൊരു ഹൃദയം. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വന്നാലും തിന്മ വന്നാലും ഗുണം വന്നാലും ദോഷം വന്നാലും ദൈവമുമ്പാകെ എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം, നന്ദിയുള്ള മനോഭാവത്തിന്റെ ഉടമയായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യോസഫിന്റെയൊക്കെ ജീവിതം അതല്ലേ സൂചിപ്പിക്കുന്നത്? 13 വർഷങ്ങൾ പൊട്ടക്കിണറും അടിമച്ചന്തയും അത് പൊത്തിപ്പന്റെ വീട്ടിലെ പീഡനങ്ങളും ജയിലറ വഴിയൊക്കെ പോയപ്പോഴും ഒരിക്കൽ പോലും പരാതി പറയാതെ, ഒരിക്കൽ പോലും പരാതിയുടെ ഭാണ്ഡക്കെട്ടടിക്കാതെ നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടായിരുന്ന യോസഫ്. അതുകൊണ്ടല്ലേ അദ്ദേഹം സഹോദരന്മാരോട് പറഞ്ഞത്, സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് പല ദോഷവും ചെയ്തു, പക്ഷെ ഞാൻ അതൊന്നും ഓർക്കുന്നില്ല, കാരണം അതെല്ലാം എൻ്റെ ദൈവം എനിക്ക് നന്മയാക്കി തീർത്തു എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നന്ദി നിറഞ്ഞൊരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, സിംഹക്കുഴിക്കകത്ത് ദാനിയേൽ കിടന്നിട്ട് അത് സിംഹങ്ങൾ തനിക്ക് കേടുവരുത്താതെ ഗുഹയുടെ വെളിയിൽ വന്നിട്ടല്ല അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്തത്. അതൊക്കെ സാധാരണ സ്തോത്രം ചെയ്യുന്ന എന്തിനാ?
ദൈവം ചെയ്ത ഒരു വിടുതലിന് നന്ദി സൂചകമായിട്ടാണ് സ്തോത്രം ചെയ്തത്. പക്ഷെ ഇവിടെ ദാനിയേൽ സ്തോത്രം ചെയ്ത് എപ്പോഴാണെന്നറിയോ? രേഖ എഴുതി എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ. തന്നെ സിംഹക്കുടിൽ ഇട്ടിട്ടില്ല, താൻ സിംഹങ്ങളുടെ കൂട്ടി വീണില്ല, പക്ഷേ രേഖ എഴുതി എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ താൻ പതിവ് പോലെ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിലുകൾ തുറന്നിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചെന്ന്. നോക്കിക്കേ, ദൈവം അയക്കാൻ പോകുന്ന വിടുതലിന് മുൻപ് ആ വിടുതലിനെ മുൻകൂട്ടി കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ നമ്മുടെ ഒരു മാതൃകയായി തീരട്ടെ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാം നന്ദിയുള്ളവരായിരിക്കേണ്ടത്? 4 കാര്യങ്ങൾ തിരുവെഴുത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് നാം ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണം? സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നാം ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. അവിടെ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് സ്തോത്രം ലോക മനുഷ്യനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ നന്ദി കെട്ടവനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. സ്തോത്രം. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? സ്തോത്രം. ഇത് രക്ഷിക്കപ്പെടാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, രക്ഷിക്കപ്പെടാത്ത ഈ ലോക മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് കർത്താവ് വ്യക്തമായി പറയുമ്പോൾ, നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട്, നാം വിശ്വാസികളായതുകൊണ്ട്, നാം പുത്രത്വത്തിലേക്ക് വന്നതുകൊണ്ട്, രക്ഷിക്കപ്പെടാത്തവരുടെ സ്വഭാവം നന്ദി കെട്ട സ്വഭാവമാണെങ്കിൽ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും നന്ദി നിറഞ്ഞ ഹൃദയത്തിന് ഉടമകളായി തീരണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്താണ് അവരുടെ സ്വഭാവം? രക്ഷിക്കപ്പെടാത്ത ഇവരുടെ സ്വഭാവം എന്താണ്? അവരെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ സ്വഭാവത്തിൽ ഒന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? 18-ാം വാക്യം, അവർ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരാണ്. സ്തോത്രം. അവയ്ക്ക് അവർ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരാണ് എന്ന് മാത്രമല്ല, അവർ ദൈവത്തിന് നന്ദിയില്ലാത്ത മഹത്വം കൊടുക്കാത്തവരാണ്. അങ്ങനെയെങ്കിൽ നാം എന്തുകൊണ്ട് ദൈവത്തിന് നാം നന്ദിയുള്ളവരായിരിക്കണം? എന്തുകൊണ്ട് നാം ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തിനുടമകളായിരിക്കണം? നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നാം നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു 10 കുഷ്ഠരോഗികളെയാണ് സൗഖ്യമാക്കിയത്. ആ 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു പോയി. എന്നാൽ അതിൽ 9 പേരും തിരിച്ചു വന്നില്ല. എന്നാൽ ഒരാൾ തിരിച്ചു വന്നു. നന്ദിയുള്ള ഒരുവനെ കാണുന്നുണ്ട്. എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ 10 കുഷ്ഠരോഗികളിൽ ആ മടങ്ങി വരാത്ത 9 പേർക്കും ശാരീരിക സൗഖ്യമേ ലഭിച്ചുള്ളൂ, മാനസിക സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ ശാരീരികവും മാനസികവുമായ സൗഖ്യം ലഭിച്ചവൻ ഇതാ മടങ്ങി വന്ന് കർത്താവിന്റെ മുമ്പിൽ അവൻ നന്ദിയുള്ളവനായി തീരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്കും ആ ഒരുവനായി തീരാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്, നന്ദി ഉള്ള ഒരു ഹൃദയം നാം ദൈവത്തോട് ഉണ്ടായിരിക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ കാലഘട്ടത്തിന്റെ സ്വഭാവം നന്ദിയില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ നാം നന്ദിയുള്ളവരായിരിക്കണം. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും. അന്ത്യകാലത്തിന്റെ സ്വഭാവമായി ഇവിടെ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരടയാളമാണ് നന്ദികേട്. സ്തോത്രം. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സമയം മുതൽ അന്ത്യകാലം ആരംഭിച്ചതാണ്. സ്തോത്രം. അതിൻ്റെ ഒരു സ്വഭാവമാണ് എന്ത്? നന്ദികേട് എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അന്ത്യകാലത്തിന്റെ സ്വഭാവം നന്ദികേടാണെങ്കിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. നാം ഈ കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കേണ്ടവരല്ല. പകരം കാലഘട്ടം നന്ദികേടിലേക്ക് പോകുമ്പോൾ നാം നന്ദിയുള്ളവരായി ജീവിക്കണം. സ്തോത്രം. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് വേഗം പോകട്ടെ. സ്തോത്രം. ദൈവം അത് നീരസപ്പെടാതിരിക്കേണ്ടതിന്
നാം നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. 95-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സങ്കീർത്തനങ്ങൾ 95-ന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. സ്തോത്രം. എന്തുകൊണ്ടാണ് നീരസമുണ്ടായത്? നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, 40 ആണ്ട് ദൈവത്തിന് അവരോട് നീരസമുണ്ടായതിന്റെ കാരണം ദൈവം ചെയ്ത പ്രവർത്തികളും അത്ഭുതങ്ങളും ഒക്കെ അവർ മറന്നിട്ട് അവർ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് അവർ പിറുപിറുത്തു. സ്തോത്രം. പക്ഷേ നന്ദികെട്ട ജനമായിരുന്നെങ്കിൽ പോലും ദൈവം അവരുടെ മന്ന മുടക്കിയില്ല, കാടപ്പക്ഷിയെ മുടക്കിയില്ല, തീക്കൽപ്പാറയിലെ വെള്ളം മുടക്കി. കുഞ്ഞെ, നന്ദികേട് എന്തെല്ലാം നിന്നിലുണ്ടെങ്കിലും നിന്റെ ഭൗതികമായ വഴിയോ നന്മയോ ഒന്നും ദൈവം മുടക്കുകയല്ല. ദൈവം അത് വിശ്വസ്തനായ ദൈവമാണ്. പക്ഷേ ദൈവത്തിന്റെ നീരസം നിന്റെ മേൽ കിടക്കും. സ്തോത്രം. അതായത് 40 ആണ്ട് ദൈവത്തിന്റെ തലമുറയോട് നീരസമായിരുന്നു. കാരണം അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ മറന്നു, ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു, പിറുപിറുപ്പിലൂടെ മാത്രം സഞ്ചരിച്ചു. നോക്ക്, ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിന്റെ നീരസം നമ്മുടെ മേൽ വരാതിരിക്കേണ്ടതിന് നാം എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമകളായി തീരട്ടെ. സ്തോത്രം. ഒരു കാര്യം കൂടെ ആ ഭാഗത്തുനിന്ന് 4-ാമതായി പറഞ്ഞ് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം. അവിടെ പറയുന്നൊരു കാര്യം, സ്തോത്രം, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, സ്തോത്രം, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. ചില ഭാഷാന്തരങ്ങളിൽ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നത്, സ്തോത്രം, അത് അശ്രദ്ധമായ ഒരു ജീവിതത്തിന്റെ അടയാളമാണ് നന്ദിയില്ലായ്മ എന്നാണ്. ഇവിടെ അശ്രദ്ധമായി നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആകയാൽ സൂക്ഷ്മത്തോടെ എന്ന് പറഞ്ഞ ശ്രദ്ധയോടെ നടക്കണം, അശ്രദ്ധമായി നടക്കരുത്. ജ്ഞാനികളായിട്ട് നടക്കണം, അജ്ഞാനികളായിട്ടല്ല. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അശ്രദ്ധമായ ഒരു ജീവിതത്തിന്റെ അടയാളമാണ് നന്ദിയില്ലായ്മ. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നല്ല, ശ്രദ്ധയോടെ ജീവിക്കണം. അതേ, ശ്രദ്ധയോടെ ജീവിച്ചാൽ മാത്രം പോരാ, നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കണം. നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കണം. കാലഘട്ടത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പോകാൻ പാടില്ലാത്തത് കൊണ്ട് നന്ദിയോടെ ജീവിക്കണം. ദൈവത്തിന്റെ നീരസത്തിന് പാത്രീഭൂതമായി തീരാൻ പാടില്ലാത്തതുകൊണ്ട് നന്ദിയോടെ ജീവിക്കണം. അതേ, നാം ശ്രദ്ധയുള്ളൊരു ജീവിതം നയിക്കേണ്ടതിന് നന്ദിയോടെ ജീവിക്കണം. ഇന്ന് രാവിലെ സമയം ഈ വചനം നമ്മുടെ തലച്ചോറിനകത്ത് കയറുമ്പോൾ, നിങ്ങൾ തിന്നാലും, നിങ്ങൾ ഉടുത്താലും, നിങ്ങൾ കിടന്നാലും, ഉറങ്ങിയാലും, നടന്നാലും 24 ഹവേഴ്സും ബർബലായി സ്തോത്രം പറയുന്നത് നല്ലതാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ബർബലായി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഹൃദയത്തിന്റെ അന്തരംഗങ്ങളെ ശോധന ദൈവം ചെയ്യുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തിനുടമകളായി തീരുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഇന്ന് രാവിലെ പ്രബോധിപ്പിക്കുന്നു. ആകയാൽ അതിനുവേണ്ടി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സമയം ഈ വചനം ഞാൻ ഈ ജനത്തിന് കൈമാറുകയാണ്. കർത്താവ്, ഇവരുടെ ഹൃദയത്തെ ഇത് പിടിച്ചു കുലുക്കട്ടെ. ഇവരുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റത്തിന് ഈ വചനം ഒരു കാരണഭൂതമാകാൻ പ്രാർത്ഥിക്കും. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവായ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കൃപ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. അത്ഭുതം ചെയ്യും, കൃപയിൽ മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2ാമത്തെ മേഘപ്രത്യക്ഷത വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജനക പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം, വന്ദനം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.